ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത് പ്രയർ സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വരും കേട്ടോ. കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, കുറച്ച് നമുക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രയർ സെഷൻ വെച്ചേക്കണ കാരണം അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്ച്വലി ഫുഡ് ഉണ്ടാക്കാനല്ല പതിവ്, എല്ലാ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ ഫുഡ് കൊണ്ടുവരാൻ പതിവ്, ഓരോ കറികൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാനാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയി. അപ്പോൾ ഇനി നമുക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെയാവുമെന്ന് അറിയില്ല, എന്തൊക്കെ വെക്കാൻ പറ്റും, എന്തൊക്കെ ആവും, ടേസ്റ്റ് ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചെയ്ത് വെച്ചത് തലേദിവസം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ബീറ്റ്റൂട്ട് ക്യാരറ്റൊക്കെ ഒരു ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു. ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സംഭവം, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതേപോലെ കുറച്ച് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ ജിഞ്ചറൊക്കെ ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചായിരുന്നു, ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഫിഷൊക്കെ ഞാൻ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് മീൻ കറിയാണ് കേട്ടോ. അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്ന കാര്യം, മീൻ കറി വെക്കുന്നത്, മീൻ വറ്റിച്ചാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്ക് സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ? ഞാനൊരു ചെറിയൊരു ഉള്ളി അരിഞ്ഞാൽ പോലും എൻ്റെ കണ്ണിൽ നിന്ന് വളരെ വെള്ളം വരും. അപ്പോൾ അമ്മ ചോദിക്കും, അച്ഛൻ്റെ അമ്മയും ചോദിക്കും, നിന്നെ ഞാൻ എന്തോരം പോരെടുക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കും. ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തിനാണ് നീ ഇങ്ങനെ കഴിയണമെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എല്ലാം ഡീറ്റെയിലായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്ത് മീൻകറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്ത് തന്നെ വേറെ സ്റ്റൗവിൽ ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞിട്ട് കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാവട്ടെ. അതിൻ്റെ കൂടെ കുറച്ച് അണിയനും കൂടി ഞാൻ ഇട്ടു കേട്ടോ. നല്ല സിമ്പിളാണ്. നമുക്ക് കുറച്ച് കടുകും വേപ്പിലും പൊട്ടിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിടും, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നാളികേരം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കറി ഓക്കി. ഇനി മീൻ കറി നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ടെൻഷൻ അടിച്ച പോലെ ആയില്ല, പക്ഷെ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു എല്ലാവരും പറഞ്ഞു. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ഗാർണിഷ് ചെയ്ത് കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചു. അപ്പോഴേക്കും സൂട് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ ഇരിക്കണമല്ലോ. അതിനിടയിൽ കൂടെ ഒരു മോരുകറിയും വെച്ചു കേട്ടോ. പിന്നെ അവൾക്ക് ഞാൻ പാലൊക്കെ കാച്ചി കൊടുത്തായിരുന്നു. അതിനുശേഷം മോരുകറി വെച്ചിട്ട് നമ്മൾ മോരുകറിയിലേക്കുള്ളത് നമ്മൾ താളിച്ചിടാണ് കേട്ടോ. ഇച്ചിരി കടുകും ഉലുവയും അതേപോലെ വേപ്പിലിട്ടിട്ടാണ് നമ്മൾ താളിച്ചത് കേട്ടോ. അതേപോലെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പാത്രങ്ങളുടെയൊക്കെ കുറച്ച് കമ്മി ആയതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് വേറെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാമ്പാറിന് പരിപ്പൊക്കെ അടപ്പത്തിട്ടു. അതിനിടയിൽ റംബൂട്ടാൻ നമ്മൾ മേടിച്ചിരിക്കേണ്ടായിരുന്നു. റംബൂട്ടാനൊക്കെ മേടിച്ച് എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ഇഷ്ടമാണ് ഇവിടെ സുഖുവിന്, നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിക്കാം റംബൂട്ടാൻ അങ്ങനെ. അപ്പോൾ സുഡ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വർത്താനൊക്കെ പറയണം. ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കി 2 കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ ഇത്രയൊക്കെ ആവും. അതിൻ്റെ കൂടെ അവൾ മിനിറ്റായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പാലൊക്കെ കാച്ചി പാലൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രിപ്പ് പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ്. കിച്ചൺ കണ്ട് ആരും പേടിക്കേണ്ട, അവസാനം നന്നായിട്ടിട്ട്. കാരണം നമ്മുടെ ഇടയിൽ കൂടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും അവിടെ. അപ്പോൾ ഓരോ ട്രിപ്പ് 2-3 ട്രിപ്പ് ഞാൻ പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കൂടെ സുഡ് വന്നേക്കണുണ്ട്. അപ്പു പിന്നെയോ പിന്നെയോ പിന്നെ അറിയൂല. സൂട് ചോദിക്കാൻ ആരൊക്കെ വരാം അമ്മേ, എങ്ങനെയൊക്കെയാ, എപ്പോഴൊക്കെ വരാം. അവൾ 2 ദിവസമായി ചോദിക്കണം ആക്ച്വലി. ഇനി സാമ്പാറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിയാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പംകിൻ എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ വന്ന് നോക്കണം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾ പോകാം. ഫുള്ള് ടി വിയാണ്. അപ്പോൾ ഫുള്ള് ടി വി ലോകത്തായിരുന്നു. കാരണം എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾ ഓരോന്നിടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ടൈം പോകും. അങ്ങനെ അവളതേ പോയി. കുറേ നേരമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു പോയി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ മത്തങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് മത്തങ്ങ തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനിടയിൽ കൂടെ ഒന്നിച്ചൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോണത്. നമുക്ക്
ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴൊരു വിഷമം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചേച്ചിയും അടുത്തും അങ്ങനെയൊക്കെ ആൾക്കാരുള്ള കാരണം നമുക്കത് വലിയ വിഷമമൊന്നും ഉണ്ടാവാറില്ല. വെക്കേഷനൊക്കെ ആയാലും ഇവിടെ കുട്ടികളൊക്കെ എന്ത് കളിക്കാനാണെങ്കിൽ വന്നാലും നമുക്ക് ചെറിയൊരു മൂഡ് ഔട്ടാണ് എപ്പോഴും. അങ്ങനെ കഷ്ണങ്ങളൊക്കെ എരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് നമ്മൾ കുക്കറിലിടാൻ നോക്കിയപ്പോൾ തികയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റി. അപ്പോഴേക്കും അവൾക്ക് മുടിയൊക്കെ എപ്പോഴും അവൾക്ക് മുടി ഇപ്പോൾ 2 സൈഡിൽ കെട്ടണം. അമ്മ കൊമ്പ് കെട്ടിത്തായോ, അമ്മ പിൻ ചെയ്തായോ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. നമ്മൾ കെട്ടി കൊടുക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ട്. ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് ദൈവമേ എനിക്കാണെങ്കിൽ 1 സൈഡ് കെട്ടി കൊടുത്തു. ആ ഡ്രസ്സിന് 1 സൈഡായിരുന്നു മാച്ച്. അങ്ങനെ 1 സൈഡൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പള്ളിയിൽ എനിക്ക് മാത്രം സ്തുതി തന്നില്ല, എനിക്ക് മാത്രം എന്താ പറയുക ഒന്നും എന്നോട് പറഞ്ഞ് ഞാൻ പറയുന്നതൊന്നും ചെയ്തില്ല. അപ്പുറത്തുള്ള ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ പറയുന്നത് ചെയ്തു. അവർക്ക് സ്തുതി കൊടുത്തു, അവരോട് ഫ്രണ്ട്സായി, എന്നോട് കട്ടിയായി. ആരാന്ന് അറിഞ്ഞിട്ട് പോലും അല്ല കേട്ടോ. എന്നാലും അവരുടെ കൂടെയൊക്കെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ തമ്പ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടാണ്, സ്മോൾ ഫിംഗർ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയാണ്, അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട്. അയ്യോ എനിക്ക് വല്ലാത്ത വിഷമവും നാണക്കേടൊക്കെയായി. എന്നോട് മാത്രം കെട്ടി, ബാക്കി എല്ലാവരോടും ഫ്രണ്ട്. അങ്ങനെ അവസാനം മുടിയൊക്കെ കെട്ടി കൊടുത്തു. മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞ് ഹെയർ ബാൻഡ് കാണില്ല. അവളിങ്ങനെ കയ്യിലിട്ട് റബ്ബർ ബാൻഡ് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കുകയാണ് കേട്ടോ. കണ്ണടയിൽ പോയി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൊബൈൽ അവിടെ ഇരിക്കണ്ടായത് ഒരു മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ഭംഗിയായോ എന്ന്. അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹഗ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ തന്നു. ഞാനും ഒരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാർ അടുപ്പത്ത് വെന്തു. സാമ്പാർ അടുപ്പത്ത് വെന്തപ്പോഴേക്കും നമ്മൾ ഒന്ന് അരിക്കി എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടോ. മൂപ്പിച്ചിടാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പൊടികളും നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടിടാൻ ഇട്ട് കഴിഞ്ഞിട്ട് കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയാണ് കേട്ടോ. വെണ്ടയ്ക്ക് ഇതേമാതിരി ഞാൻ കാണിച്ച പോലെ തുമ്പ് ഒടിച്ചിട്ടാണ് നിങ്ങൾ എടുക്കുക. ഞാനങ്ങനെ എടുക്കാറൊന്നുമില്ല, എനിക്കറിയുന്നില്ല അങ്ങനെ എടുക്കാനായിട്ട്. എൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അച്ഛനെ അങ്ങനെ ഒടിച്ചിട്ടൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചൂടാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ നമ്മുടെ സാമ്പാറിൽ. അതുപോലെ നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാമ്പാറിലേക്ക് വെച്ചു. അപ്പോഴേക്കും ചൂട് വന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് സാമ്പാർ വേണമെന്ന് ചോദിക്കും, സാമ്പാറൊന്നും വേണ്ടെന്ന് പറയണ കേട്ടോ. അവൾക്ക് മുട്ടയും അതേപോലെ എന്തെങ്കിലും ചിക്കനോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമായി. ഞാൻ കൂടുതലും ഇപ്പോൾ കറികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അവളുടെ ഫുഡിൽ കൂടെ. കാണാതെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. കുഴപ്പമില്ല, സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടോ. അടുത്തൊരു ചെറിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലടയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്യാരമലൈസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാലൊഴിച്ചൊരു 4 ലിറ്ററോളം പാൽ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ എടുത്ത് നമ്മൾ പായസം മിക്സായിരുന്നു. പായസം മിക്സൊക്കെ ഇട്ടു. അതിനുശേഷം നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കടിച്ച് കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പാലടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നെയ്യിലൊന്നും വറുത്തിടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അമ്മയും പറയാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ആൻറ്റിയും പറഞ്ഞു കേട്ടോ, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടിയെന്ന്. പക്ഷെ എനിക്ക് കടിക്കാത്തൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാന്ന് പറഞ്ഞു കേട്ടോ ആൻറ്റിയോട്. അങ്ങനെ പായസമൊക്കെ നമ്മളിങ്ങനെ ചെയ്തു, കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാമത് ഇങ്ങനെ താളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇടാറുണ്ടോ ഈ സംഭവം? എന്താ നമ്മുടെ ഇങ്ങനെ പാർത്തിട്ട് വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഇടാറുണ്ടോ? ഞാൻ എല്ലാത്തിനും ഇടാറുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസം വെച്ച് കഴിഞ്ഞ് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അങ്ങനെ ഇത് സുഡൂനും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പാർത്തി വെച്ചു. പിന്നെ അത് ഞാൻ തന്നെ കുടിച്ചു. കുറച്ചും കൂടി വേവാനുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഒന്നും കൂടി വേവിച്ചിട്ട് സുഡൂന് കൂടി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വേവിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി അടുത്തത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ച് ആ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് കേട്ടോ. നമ്മൾ ജസ്റ്റ് അതിന് വേണ്ടി മാത്രം ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ ഇതിനും കൂടി ടേസ്റ്റ് വരുന്ന പറഞ്ഞ കാരണമാണ് ഞാൻ അങ്ങനെ ഒഴിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു. അതൊന്ന് ജസ്റ്റ് വാടി വന്നപ്പോഴേക്കും നമ്മളിത് അനിയനും അതേപോലെ വേപ്പിലൊക്കെ ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയ്ക്കും പേർക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വഴറ്റിയൊക്കെ വഴറ്റി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിലേക്കും നമ്മൾ ജസ്റ്റ് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. എല്ലാ പൊടികളും ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു കുത്തും അതേപോലെ എന്താ പറയുക ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കൂടുന്നതാണ് എല്ലാവരും പറയുക. ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇത് കണ്ടേക്കുന്നത് ഫസ്റ്റ് അച്ഛൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്ത് കണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലും ഒരു പ്രാവശ്യം അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പം ടൈമൊന്നും ഉണ്ടാവില്ല. അമ്മ വേഗം എല്ലാം എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ കൂടുതലായിരിക്കും അമ്മ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിൽ നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുന്ന കറി നമുക്ക് വലിയ ടേസ്റ്റ് ആണല്ലോ. എങ്ങനെയൊക്കെ വെച്ചാലും എന്തൊക്കെ ഇതായാലും കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് അമ്മമാർ വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് പേസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു തക്കാളി. പക്ഷേ തക്കാളി പേസ്റ്റ് ആക്കിയില്ല. ഞാൻ ചോപ്പറിലിട്ട് ചെയ്തിട്ട് അതിലേക്കിടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കറികളിലേക്ക് ഉള്ളതെല്ലാം ഇങ്ങനെ ചോപ്പറിലേക്ക് അറിയുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിയത് വാങ്ങണമെന്നുണ്ട്. ഇനി പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങണം. ഇനി വലിക്കണത് എനിക്കത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനത്തെ ഈ ചോപ്പർ ഇട്ടണ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അതേപോലെ എല്ലാത്തേക്കും വേണ്ട വെള്ളം ഞാൻ കെറ്റിലിൽ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ആ ചൂടായി വെള്ളമാണ് ഞാനതിൽ ഒഴിച്ചുകൊണ്ടിരുന്നായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനൊക്കെ അതിൽ കിട്ടൂ. അപ്പോൾ ചിക്കനിലും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ മിക്കതും ഞാൻ കൂടുതൽ യൂസ് ചെയ്തത് കാശ്മീരി ചില്ലി പൊടിയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കളർ അധികം വരില്ലായിരുന്നു. അപ്പോൾ മീൻ കറിയിലും ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരിയാണ് കേട്ടോ. മറ്റേത് ആകെ ഇച്ചിരി മാത്രമേ 2 സ്പൂൺ മാത്രമാണ് ഞാൻ സാധാരണ നമ്മുടെ മുളക് പൊടി യൂസ് ചെയ്തുള്ളൂ. അങ്ങനെ കേട്ടോ. അങ്ങനത്തെ അവസാനത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ചധികം മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് വിചാരിച്ചിട്ടാണ് ഇട്ടതാണ്. ഞാൻ ചിക്കൻ കഴിക്കില്ല. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. ഇവിടെ ചേട്ടൻ്റെ വൈഫുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് തന്നെ. അപ്പോൾ അവിടെ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് വന്നു. അതിനുശേഷം ഒരു സലാഡ് ഉണ്ടാക്കി. അതേപോലെ ലൂബിക്ക ഉണ്ടായിരുന്നു. ലൂബിക്ക ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ. എല്ലാം കഴിഞ്ഞു. ക്ലീനാക്കി. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ ക്ലീൻ ആക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ്. എൻ്റെ മീൻകറി കണ്ടോ നല്ല കളറില്ലേ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയായിരുന്നില്ല കേട്ടോ. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ബാക്കിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എല്ലാവരും ഒന്നും കിട്ടിയൊന്നുമില്ല. എല്ലാവരും നല്ല ബിസി പോയി ഇത്തിരി ലേറ്റായിട്ടാണ് പിന്നെ പ്രയർ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ സൂഡൂനാണെങ്കിൽ നല്ല സന്തോഷമായി. കാരണം നമ്മൾ മുന്നേ താമസിച്ചായിരുന്നിടത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സുഡു നല്ല മിസ്സിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ നല്ല സന്തോഷമായി. തിരിച്ചു പോണ സമയത്ത് അതിൽ വലിയ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ടും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവൾക്ക്. അങ്ങനെ അതിനുശേഷം അവൾ കുറേ കളിയും ഇടിയും തൊഴിയും തല്ലുകൂട്ടലൊക്കെ ആയിരുന്നു എല്ലാവരുമായിട്ട്. അപ്പോൾ ഇത് ഞാൻ അടുത്ത വീഡിയോ അല്ല കേട്ടോ. എനിക്ക് അവർ അയച്ചെന്ന വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. Bye bye. I love you.